രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം, ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അത് അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ നിർദ്ദേശം അംഗീകരിച്ചു കൊണ്ടിരുന്ന രാജിയായിരുന്നു എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ടതല്ല. അല്ലാതെ പാർട്ടിയെ രക്ഷിക്കാനായി ഒരു തെറ്റും ചെയ്യാത്ത താൻ രാജിവെക്കുന്നു എന്ന നിലയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രഖ്യാപനം പോലെയല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നത് വസ്തുതയാണ്. വളരെ കൃത്യമായ വാർത്താ സ്രോതസ്സിൽ നിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം രാജി സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത് ആ വാർത്തയിൽ ഇപ്പോഴും ഉറച്ചു നിന്ന് തന്നെ ചില കാര്യങ്ങൾ പറയട്ടെ. ഈ വാർത്താ സമ്മേളനത്തിലും രാഹുൽ മാങ്കൂട്ടം ചില പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വലിയ അദ്ദേഹത്തോടുള്ള ഏറ്റവും സുപ്രധാനമായ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പുറത്തു വന്ന ശബ്ദരേഖയിലെ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണോ എന്ന ചോദ്യത്തിന് അതിനെ നിഷേധിച്ചുകൊണ്ട് അത് തന്റെ ശബ്ദമല്ല എന്ന് പറയാനല്ല രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത്. അത്തരം ശബ്ദരേഖകളൊക്കെ ഈ കാലത്ത് നിർമ്മിക്കാൻ കഴിയുമല്ലോ എന്ന വളച്ചൊടിച്ചുള്ള ഒരു മറുപടി നൽകിയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് നാണം കെട്ട് പടിയിറങ്ങി പോകേണ്ടി വന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, തനിക്കെതിരെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹത്തിനെതിരെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ, ഒരു ജനപ്രതിനിധിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അത് നിയമപരമായി നേരിടും എന്ന് പറയുകയാണ് ചെയ്തത്. അല്ല, തനിക്കാരോടും പരാതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുകമുറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രതിരോധത്തിന്റെ മറ്റൊരു കവചം തീർക്കാനാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം പടിയിറങ്ങിപ്പോകേണ്ട ഗതികേടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. മറ്റൊന്ന്, ഈ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞതിനെ പോലും വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. VD സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, കൃത്യമായി പറഞ്ഞാൽ ഇന്ന് എനിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് ഇന്ന് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിനിടയിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്. അതുപോലും ഇല്ല എന്ന് വ്യാഖ്യാനിക്കാൻ ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടം ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതായത് താൻ പടിയിറങ്ങി പോകുന്നത് കോൺഗ്രസിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിലുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ടതില്ല. താൻ എന്തോ ജീവത്യാഗം ചെയ്യുന്നു, താൻ എന്തോ രക്തസാക്ഷിയാകുന്നു, മാധ്യമങ്ങളുടെ അതുപോലെ സർക്കാരിന്റെ CPM-ന്റെ ഒക്കെ കടന്നാക്രമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തനിക്ക് തന്റെ പദവി ഒഴിഞ്ഞ് ഒരു രക്തസാക്ഷിത്വ പദവിയോടുകൂടി ഇറങ്ങിപ്പോകേണ്ടി വരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം അവസാന നിമിഷം നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല.